ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അടിപൊളിയായിട്ടുള്ള നല്ലൊരു സ്നാക്സാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ഗോതമ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/4 കപ്പ് മൈദയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ തന്നെ എണ്ണയുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ തന്നെ വേണമെന്നില്ല, ഇതിന് പകരം നെയ്യ് ചേർത്താലും നല്ലത് തന്നെയാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കാറില്ലേ, അതുപോലെ തന്നെ എനിക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാനായിട്ട് 1/2 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ 5 മിനിറ്റ് നേരം നമുക്ക് ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട കേട്ടോ, 5 മിനിറ്റ് തന്നെ മതിയാകും. 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ മാവ് എടുത്തിട്ട് കുഞ്ഞി ഉരുളകളാക്കിയിട്ട് എടുക്കാം. ഒരുപാട് വലിയ ഉരുളകളാക്കിയിട്ട് എടുക്കരുത്. കണ്ടോ, ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ഗോതമ്പൊടി ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ ഇതൊന്ന് പരത്തിയിട്ടെടുക്കാം. ഇങ്ങനെയൊന്ന് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലത്തെ ഒരു പാത്രം വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നല്ലൊരു റൗണ്ട് ഷേപ്പ് കിട്ടാനായിട്ട് മാത്രം ഇതുപോലെ ചെയ്യണമെന്നേ ഉള്ളൂ. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കേണ്ടത് സ്റ്റീൽ ഗ്ലാസ് ആണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് തൂത്ത് കൊടുക്കാം. ഇതുപോലെ 6 സ്റ്റീൽ ഗ്ലാസ്സൊക്കെ എടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ, 1-2 സ്റ്റീൽ ഗ്ലാസ് തന്നെ മതിയാകും. ഞാനിത് എളുപ്പത്തിന് വേണ്ടിയിട്ട് എടുത്തേ ഉള്ളൂ. ഇനി നമ്മുടെ ഗ്ലാസിൻ്റെ മുകളിലായിട്ട് നമ്മളിപ്പോൾ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇതിൽ നിന്നും ഒരെണ്ണം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. കാണാനായിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതുപോലെ ഷേപ്പാക്കിയിട്ട് എടുക്കണത്. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഈ ഗ്ലാസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇത് ഗ്ലാസ്സിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഒത്തിരി സമയമൊന്നും എടുക്കില്ല, 30 സെക്കൻഡ് തന്നെ മതിയാകും. അപ്പോഴേക്കും തന്നെ ഇത് ഗ്ലാസ്സിൽ നിന്ന് വിട്ടുപോരും. ഇനി ഇതിനുള്ളിലേക്ക് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണേ. തിരിച്ച് മറിച്ച് വിട്ട് 2 സൈഡും നല്ലപോലെ വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ മറ്റേ സൈഡും നന്നായി തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ വേവിച്ചിട്ടെടുക്കാം. കണ്ടോ, ഇത് നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. കാണാൻ തന്നെ നല്ല രസമല്ലേ. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളിതൊക്കെ വറുത്തെടുത്ത ഇതേ എണ്ണയിലേക്ക് 1 കപ്പ് അവലാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ വെള്ളയവലാണ് എടുത്തിട്ടുള്ളത്. വെള്ളയവൽ തന്നെ വേണമെന്നില്ല, ഇതിന് പകരം മട്ടയവൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഈ സമയം ഹൈ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറന്നു പോകല്ലേ. 30 സെക്കൻഡ് തന്നെ മതിയാകും. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 കപ്പ് കടലയാണ്. ഇതിനെ കപ്പലണ്ടി, നിലക്കടല എന്നൊക്കെ പറയുവേ. 1 മിനിറ്റ് തന്നെ മതിയാകും. ഇനി ഇതും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മളിവിടെ തയ്യാറാക്കുന്നത് സിമ്പിളായിട്ടുള്ള അവൽ ചാട്ടാണ് കേട്ടോ. നമുക്കിതിനെ അവൽ ചാട്ടെന്നും പറയാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് കണ്ടോ, ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള മീഡിയം വലിപ്പമുള്ള ഒരു സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ ഇപ്പോൾ വറുത്തെടുത്തിട്ടുണ്ടായിരുന്ന അവലും കടലയും കൂടെ ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയിലയും 1/2 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ടുമാണ്. ബ്ലാക്ക് സോൾട്ട് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇതിന് പകരം സാധാ ഉപ്പ് ചേർത്താലും മതി കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. ഒപ്പം തന്നെ 1 ടീസ്പൂൺ ചാറ്റ് മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പലഹാരമില്ലേ, ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് കൊടുക്കാനായിട്ട് പറ്റിയ സിമ്പിളായിട്ടുള്ള അവൽ ചാറ്റാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും. അതുപോലെ കഴിക്കാനായിട്ടും നല്ല രുചി തന്നെയാണ്. കുറച്ച് പേർക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കാനായിട്ട് അറിയാനുണ്ടാവും. അറിയാത്തവരുണ്ടെങ്കിൽ ഒരു തവണയിലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്